നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തിരുവനന്തപുരത്ത് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച ചെങ്ങാലൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ശാന്തിനഗർ SN പുരം മേലെ വീട്ടിൽ പീതാംബരന്റെ മകൻ നിതിനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. തിരുവനന്തപുരം നന്ദൻകോട് നളന്ദ നഗറിലെ വാടക വീട്ടിലാണ് നിതിൻ താമസിച്ചിരുന്നത്. ചൊവ്വാഴ്ച രാത്രി 10ഓടെയാണ് ഇദ്ദേഹത്തെ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴെ വീണ നിലയിൽ കണ്ടത്. PMGയിലുള്ള BSNL ഓഫീസ് ക്യാൻറ്റീനിലെ ജീവനക്കാരനാണ് നിതിൻ. സുഹൃത്താണ് അപകട വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. നിതിൻ വീഴുന്നതിന് മുൻപ് മുഖത്ത് മുറിവും ചോരപ്പാടുകളും കണ്ടിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞു. നിതിൻ മുറിയിലെത്തി മുറിവ് ആശുപത്രിയിൽ കാണിക്കണമെന്നും വസ്ത്രം മാറി വരാമെന്നും പറഞ്ഞു പോയതാണ്. അല്പം കഴിഞ്ഞ് ശബ്ദം കേട്ട് താൻ പോയി നോക്കുമ്പോൾ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടതെന്ന് സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. പരിക്കേറ്റ നിതിനെ പോലീസിന്റെ സഹായത്തോടെയാണ് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ ബുധനാഴ്ച രാവിലെ 10:30 മരണം. നടപടികൾ പൂർത്തിയാക്കി നിതിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ സംസ്കാരം നടത്തി. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചെങ്ങാലൂരിലെ വീട്ടിൽ എത്തിയിരുന്നു. മലബാർ സൗഹൃദവേദി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 8ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ഹൂ എന്ന ചിത്രം മേളയിലെ മികച്ച കുട്ടികളുടെ ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കുമെതിരെ ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ ഹ്രസ്വചിത്രം. ലഹരിയും വിഷാദവും കൗമാരപ്രായക്കാരെ വേട്ടയാടുന്ന സമകാലിക സമൂഹത്തിൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂളിലെ ഒരു കൂട്ടം പ്രതിഭകൾ വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുന്നത്. സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്ന അലൻ വർഗീസാണ് ഹൂ എന്ന ഈ ഹ്രസ്വചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകി അധ്യാപകരും ഈ ചിത്രത്തിന് പിന്നിൽ അണിനിരന്നു. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപികയായ VO മിനിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചതും കോർഡിനേറ്ററായി പ്രവർത്തിച്ചതും. വരും തലമുറയ്ക്ക് വലിയൊരു സന്ദേശം നൽകുന്ന ഇത്തരം ക്രിയേറ്റീവ് ശ്രമങ്ങളെ സിനിമാ ആസ്വാദകരും ഹൃദയപൂർവ്വമാണ് വരവേൽക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ലഹരി വസ്തുക്കളുമായി 3 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ ശാന്തിനഗർ മുല്ലക്കര വീട്ടിൽ മനീഷാണ് പിടിയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പ്രതിയുടെ വീട്ടിൽ നടത്തിയ രഹസ്യ പരിശോധനയിലാണ് ഇയാളെ കഞ്ചാവുമായി പോലീസ് സംഘം പിടികൂടിയത്. വിൽപ്പന നടത്തുന്നതിനായി കാറിൽ 4 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ റൌഡി അറസ്റ്റിലായി. വധശ്രമ കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര പുത്തുക്കാവ് കലാനഗർ നമ്പുകുളങ്ങര വീട്ടിൽ മാണിക്യൻ എന്ന മനോജാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി പുലിപ്പാറക്കുന്ന് പെട്രോൾ പമ്പിന് സമീപം കൊടകര പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതി സഞ്ചരിച്ചിരുന്ന കാറിൽ ഒളിപ്പിച്ച നിലയിൽ 187 വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 2805 ഹാൻസ് പാക്കറ്റുകളാണ് തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. മനോജ് ചാലക്കുടി, കൊടകര, മാള, പുതുക്കാട്, തൃശൂർ വെസ്റ്റ്, ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനുകളിലായി 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി കൊടകരയിൽ പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശിയായ റോഷൻ സോങ്കർ കൈറാബാദയാണ് പിടിയിലായത്. ജൂൺ 2 കൊടകര ഗാന്ധിനഗർ റോഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാവുന്നത്. നിരോധിച്ച പുകയില ഉൽപ്പന്നമായ ഹാൻസ് പാക്കറ്റുകളും കൂൾലിപ്പ് പാക്കറ്റുകളുമാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ ശക്തമായി തുടരുമെന്നും ലഹരി വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും വിവരങ്ങൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ജൂൺ 1 മുതൽ കൊടകരയിൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം വിവാദത്തിൽ. പ്രതിപക്ഷ കക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തിറങ്ങിയതോടെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവച്ചു. കൊടകര ടൗണിലെ വെള്ളിക്കുളങ്ങര റോഡിലുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരുഭാഗത്തേക്കുമുള്ള ബസ്സുകൾ നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് മറ്റു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടയാക്കുകയും ചെയ്യുന്നത് പതിവാണ്.
ഇതിന് പരിഹാരമായാണ് വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് ജൂൺ 1 മുതൽ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്തേക്ക് മാറ്റിക്കൊണ്ട് പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുത്തത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളായ BJPയും CPMും ശക്തമായ പ്രതിഷേധമറിയിച്ച് രംഗത്ത് വരികയും ട്രാഫിക് കമ്മിറ്റിയിൽ ഈ തീരുമാനത്തെ എതിർക്കുകയുമായിരുന്നു. ബസ് സ്റ്റോപ്പ് മാറ്റാനുള്ള തീരുമാനം ജനദ്രോഹപരമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണിതെന്നും LDF ആരോപിച്ചു. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിപ്പിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടതെന്ന് LDFിലെ പഞ്ചായത്ത് അംഗം CM ബബീഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസം മുമ്പ് ട്രാഫിക് കമ്മിറ്റി ചേർന്ന് എടുത്ത തീരുമാനം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ 2 മാസം മുമ്പ് ചേർന്ന ട്രാഫിക് കമ്മിറ്റിക്കകത്ത് അത്തരമൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തെറ്റായ വിവരമാണ് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ട്രാഫിക് കമ്മിറ്റിക്കകത്ത് നടന്നൊരു ചർച്ചയെ അതിനെ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനമാക്കി എഴുതി ചേർക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തെറ്റായ തീരുമാനം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക സാഹചര്യം ഉണ്ടായിരുന്നു. കൊടകരയിലെ ഈ ബസ് സ്റ്റാൻഡ്, വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് അതിൻ്റെ സ്ഥാനം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ദ്വാരക ജംഗ്ഷനിൽ നിർത്തി ആളെ ഇറക്കുന്ന പരിഷ്കാരം നടപ്പാക്കിയാൽ യാത്രക്കാർ ഏറെ ദുരിതം നേരിടുമെന്ന് BJP പഞ്ചായത്ത് അംഗം ആശാ രാംദാസ് പറഞ്ഞു. കൊടകരയിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാര നടപടികൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ മെമ്പർമാരടക്കമുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പരാതി ഔദ്യോഗികമായി ഞങ്ങൾ കൊടകര പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, ജനങ്ങളെ മാത്രമല്ല സ്കൂൾ കുട്ടികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്രയും കഠിനമായ ഒരു ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ബസ് സ്റ്റോപ്പ് മാറ്റുകയല്ല വേണ്ടത്. ബസ് സ്റ്റാൻഡ് നവീകരിച്ച് വരുന്നതും പോകുന്നതുമായ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്നതും വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്നതുമായ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറിയ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ഒരു പുനരുദ്ധാരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരാതികൾ ഞങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാനായി വരുന്നവർക്ക് ഏറെ ദൂരം നടക്കുകയോ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ ഇതുമൂലം വരും. കൊടകരയിലെ പഞ്ചായത്ത് വക ബസ് സ്റ്റാൻഡ് നവീകരിച്ച് അവിടെ എല്ലാ ബസ്സുകളും കയറുന്ന സംവിധാനം ഒരുക്കുകയാണ് ഇതിനു പരിഹാരമായി ഉണ്ടാകേണ്ടതെന്ന് BJP പറയുന്നു. ഈ ആവശ്യമുന്നയിച്ച് BJP ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. അതേസമയം വെള്ളിക്കുളങ്ങര റോഡിലെ ഗതാഗത കുരുക്കും പൊതുജനങ്ങളുടെ പരാതിയും കണക്കിലെടുത്താണ് നേരത്തെ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി കൂടി ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. പുതിയ പരിഷ്കാരം നടപ്പാക്കാനൊരുങ്ങിയപ്പോൾ ഇതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി ചിലർ രംഗത്തു വന്നതിനെ തുടർന്നാണ് ബുധനാഴ്ച വീണ്ടും ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നത്. പരാതികൾ പരിശോധിച്ച് ഉചിതമായ പരിഹാരം കാണുകയും അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ചെയ്ത് ബസ്സുകൾ നിർത്താനുള്ള ക്രമീകരണമൊരുക്കാൻ യോഗത്തിൽ തീരുമാനമായതായി പ്രസിഡന്റ് അറിയിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര റോഡിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തായി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്ന ബസ്സും വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന ബസ്സും ഒരേ ദിശയിലാണ് നിർത്തിയിരുന്നത്. അതുമൂലം വൻ ഗതാഗതക്കുരുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒട്ടനവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ട്രാഫിക് കമ്മിറ്റി നമ്മൾ വിളിച്ചു ചേർക്കുകയും അതിൽ ഭൂരിപക്ഷം അംഗങ്ങളും അത് അവിടെ നിന്ന് ബസ് നിർത്തിയ ആളെ ഇറക്കുന്ന സംവിധാനം അവിടെ നിന്ന് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്കൂൾ തുറന്നതിന് ശേഷം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ബസ് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ പുറകോട്ട് മാറി 100-120 മീറ്റർ പുറകോട്ട് മാറി ബസ് അവിടെ ഒതുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറ്റാനാണ് നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നത്. പൊതുജനങ്ങളുടെ ഒരുപാട് ആളുകളുടെ പരാതി മൂലമാണ് നമ്മളങ്ങനെ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ നമ്മളങ്ങനെ തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പൊതുജനങ്ങളിൽ ചില വിഭാഗം ശാന്തി ആശുപത്രിയിലേക്കും ചാലക്കുടി ബസ് സ്റ്റോപ്പിലേക്കും നടന്നു പോകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടിൻ്റെ കാര്യം അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടി വിളിച്ചു ചേർത്തിക്കൊണ്ട്
ഇവിടുന്ന് ബസ് നിർത്തുന്ന സംവിധാനം മാറ്റി പകരം മറ്റൊരു സ്ഥലത്തേക്ക് 2 സ്ഥലത്തേക്കും പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥലം കൂടി കണ്ടെത്താനായിട്ട് വീണ്ടും ട്രാഫിക് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കാനായിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,310 രൂപയും പവന് 1,14,480 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ തെക്കയിൽ തോമസ് ഭാര്യ ക്ലാര അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ പള്ളിയിൽ. ദീപ, ഷോബി, ഷാജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.